പ്രിയപ്പെട്ടവരെ, പ്രൈസ് ദി ലോർഡ്. ക്രൈസ്റ്റ് മെന്റാലിറ്റിയുടെ അടുത്ത എപ്പിസോഡിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ഇത്തവണ നമ്മൾ നോക്കാൻ പോകുന്നത് യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം 36-ാം വാക്യമാണ്. നമുക്കറിയാം, യേശു പീലാത്തോസിന് മുമ്പിൽ നിൽക്കുന്ന സമയമാണത്. അപ്പോൾ പീലാത്തോസ് യേശുവിനോട് കുറെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. യേശു പറയുന്ന ഉത്തരം ഇതാണ്. 36-ാം വാക്യം. യേശു പറഞ്ഞു, എൻ്റെ രാജ്യം ഐഹികമല്ല. ആയിരുന്നുവെങ്കിൽ ഞാൻ യഹൂദർക്ക് ഏൽപ്പിക്കപ്പെടാതിരിക്കാൻ എൻ്റെ സേവകർ പോരാടുമായിരുന്നു. എന്നാൽ എൻ്റെ രാജ്യം ഐഹികമല്ല. ഹല്ലേലൂയ. യേശുവിൻ്റെ പിന്നാലെ കൂടെ കൂടിയ ശിഷ്യന്മാര് 72 പേരും 12 പേരും എന്തിനേറെ പറയുന്നു, മഹത്വം കണ്ട 3 പേരും, യാക്കോബും യോഹന്നാനും പത്രോസും, ഇവരും വരെ വിചാരിച്ചു യേശു കുതിരപ്പുറത്ത് ഒരു വലിയ വാളൊക്കെ പിടിച്ച് പടച്ചട്ടയൊക്കെ അണിഞ്ഞ് ഇവരെല്ലാവരെയും ചേർത്ത് റോമാക്കാർക്കും ബാക്കിയുള്ള ആൾക്കാർക്കുമെതിരെ യുദ്ധം ചെയ്ത് പട നയിച്ച് ഇവരൊക്കെ വെട്ടി വീഴ്ത്തി തോൽപ്പിച്ച് ഇസ്രായേലിനെ മോചിപ്പിച്ച് രാജാവായി വാഴുമെന്ന് അവരെല്ലാവരും വിചാരിച്ചു. പക്ഷെ അതല്ല കണ്ടത്. കുതിരപ്പുറത്ത് പോകുമെന്ന് അവർ വിചാരിച്ചിടത്ത് നോക്കിയപ്പോൾ പെസഹായ്ക്ക് മുമ്പ് അവനൊരു കഴുതപ്പുറത്താണ് പോയത്. മാറ്റി നിർത്തപ്പെടുന്ന, കൊള്ളില്ല എന്ന് പറയുന്ന, ചുമട് വഹിക്കാൻ മാത്രം കൊള്ളാവുന്ന ഒരു കഴുതയുടെ പുറത്താണ് യേശു പോണേ, കഴുത കുട്ടിയുടെ പുറത്ത്. അപ്പോൾ തന്നെ അവരുടെ പലരുടെയും എനിക്ക് തോന്നുന്നത് അവർ ഓശാനയ്ക്ക് വിളിച്ചിട്ടുണ്ട്. എന്നാലും അവർ വിചാരിച്ചിട്ടുണ്ടാവും, ദൈവമേ പണി പാളിയല്ലോ കർത്താവ് എന്ന് ചിന്തിച്ചിട്ടുണ്ടാവും. പോയി ഞങ്ങൾ വിചാരിച്ച പോലെ അല്ല നടക്കുന്നത്. അവർ പലപ്പോഴും ചോദിച്ചു, കർത്താവ് നീ രാജ്യം വിഭജിക്കുന്ന എപ്പോഴാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവർ വിചാരിച്ചിരുന്നത് യേശു ഒരു രാജാവിനെ പോലെ, ഭൗമിക രാജാവിനെ പോലെ വാഴുമെന്നാണ്. പീലാത്തോസും വിചാരിച്ചു, നീ യഹൂദന്മാരുടെ രാജാവാണോ? യേശു പറഞ്ഞു, ഞാൻ രാജാവാണ്. ഭൂമിയിലെ രാജാവിനെ പോലെ ജീവിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാൻ രാജാവാണ്. ഐഹികമായ, അതായത് ഭൗമികമായ ഒരു രാജാവല്ല ഞാൻ. എനിക്ക് സേവകന്മാരുണ്ട്. അവര് ഭൂമിയിൽ നിന്റെ ആൾക്കാരെ പോലെ അല്ല. കർത്താവ് പറയുമ്പോൾ പുള്ളിക്കാരൻ്റെ ഞാൻ മനസ്സിലാക്കുന്നത് കർത്താവായ യേശുവിൻ്റെ മെന്റാലിറ്റി തന്നെ ആയിരിക്കും. നിന്റെ സേവകരെ പോലെ ഒന്നും അല്ല എൻ്റെ ആൾക്കാർ. ഞാനൊന്ന് വിരൽ ഞൊടിച്ചു കഴിഞ്ഞാൽ സ്വർഗീയ സൈന്യം ഇറങ്ങി വരും. കർത്താവ് പറഞ്ഞു, ഞാനൊരു വാക്ക് അപേക്ഷിച്ചാൽ എൻ്റെ പിതാവ് ദൂതന്മാരെ അയക്കുകയെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന് കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. യേശുവിന് അറിയാം താൻ ആരാണെന്ന്. അവൻ രാജാവാണ്, ഭൂമിയുടെ രാജാവല്ല. ഭൗമികമായ ഒരു മാനുഷികമായ രാജ്യത്വമല്ല അവൻ്റെത് ആത്മീകമായിരുന്നു. യേശു ഓപ്പറേറ്റ് ചെയ്തിരുന്നതും ആത്മാവിലായിരുന്നു. അവൻ നടന്നത് ഭൂമിയിൽ നടന്നു, മനുഷ്യനെ പോലെ നടന്നു. പക്ഷെ അവൻ്റെ ഓപ്പറേഷണൽ മോഡ് എന്ന് പറയുന്നത് ഇൻ സ്പിരിറ്റ് ആയിരുന്നു, ആത്മാവിലായിരുന്നു. അവന് സൈന്യമുണ്ട്, അവന് പടയാളികളുണ്ട്, അവന് രാജ്യമുണ്ട്, എല്ലാമുണ്ട്. പക്ഷെ അതൊന്നും ഭൂമിയിൽ സാധാരണ മനുഷ്യർ കണ്ടതുപോലെ ആയിരുന്നില്ല. അത് മുഴുവൻ സ്വർഗീയമായിരുന്നു. ഭൂമിയെ നിയന്ത്രിക്കുന്ന ആത്മീക ശക്തിയായിരുന്നു അവൻ്റെ ഫോഴ്സ് എന്ന് പറയുന്നത്. അവൻ ആ ബോധ്യത്തിലാണ് നടന്നതും ജീവിച്ചതും. ക്രൈസ്റ്റ് മെന്റാലിറ്റിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം, നമ്മുടെ മുമ്പിൽ കാണുന്ന ഈ മെറ്റീരിയൽ വേൾഡ് അല്ല നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ക്രിസ്തു ആയിരുന്നത് പോലെ ഐഹികമല്ലാതെ ആത്മീകമായ ഒരു ലോകത്തെയാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. ഈ ബോധ്യം നമുക്കുണ്ടാകട്ടെ. ഭൗമികമായ നന്മകൾ നമ്മൾ സ്വീകരിക്കേണ്ട എന്നല്ല അതിനർത്ഥം. നന്മകൾ സ്വീകരിക്കാം, പക്ഷെ അതിനുവേണ്ടി ജീവിക്കരുത്. അത് നമ്മുടെ ആത്മീകമായ ബോധ്യത്തിൽ, ഞാനൊരു ആത്മീക വ്യക്തിയാണ്, ഐ എം എ സ്പിരിച്വൽ ബീയിങ് എന്നുള്ള ബോധ്യത്തിൽ ജീവിക്കാൻ തുടങ്ങിയാൽ ഭൗമികമായി നിനക്ക് ലഭിക്കേണ്ട നന്മകൾ നിന്റെ മുന്നിൽ വരും. നീ അതിന്റെ പിന്നാലെ പോകേണ്ട ആവശ്യമില്ല. നിന്നോട് കൂടിച്ചേരേണ്ട വ്യക്തികളെ ദൈവം കൂട്ടിച്ചേർക്കും. ഉണ്ടായിരിക്കേണ്ട പ്രധാന ബോധ്യം എന്ന് പറയുന്നത് നീ ഒരു സ്പിരിച്വൽ ബീയിങ് ആണ്. നിന്റെ രാജ്യം ഐഹികമല്ല, നിന്റെ ജോലിയും ഐഹികമല്ല, നിന്റെ സേവനം ഐഹികമല്ല, നീ ചെയ്യുന്ന യുദ്ധവും ഐഹികമല്ല. നീ ചെയ്യുന്ന ഈ സകല പ്രവർത്തികളും ഐഹികമല്ല, ആത്മീകമാണ്. ആ ബോധ്യത്തിൽ ജീവിക്കും. ഈ ക്രൈസ്തവ മനോഭാവത്തിൽ ജീവിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തട്ടെ. ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയ പിതാവെ, അങ്ങയുടെ മക്കളെ അവിടുത്തെ കരങ്ങളിലേക്ക് തരുന്നു. പിതാവെ, ഈ ലോക ജീവിതത്തിൽ ഒരു ആത്മീക മനുഷ്യനായി നിന്നുകൊണ്ട് യേശു എങ്ങനെ ആയിരുന്നുവോ അതുപോലെ ആയിരിക്കുവാൻ, ഐഹികമല്ലാതെ ആത്മീക കാര്യങ്ങളിൽ ഇടപെടുവാൻ പിതാവെ അവിടുത്തെ മക്കളെ അവിടുന്ന് ശക്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലോക വസ്തുക്കളിൽ ശ്രദ്ധ വയ്ക്കാതെ ആത്മീകമായ നേട്ടങ്ങൾക്ക് വേണ്ടി, ആത്മീകമായ ഡെപ്പോസിറ്റുകൾക്ക് വേണ്ടി അവിടുത്തെ മക്കൾ ശ്രദ്ധ വയ്ക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ പരിശുദ്ധ ആത്മാവിൻ്റെ ഇവർ നിറയട്ടെ, ആത്മീക ദാനങ്ങളിൽ നിറയട്ടെ. ദൈവ രാജ്യത്തിൻ്റെ ഉത്തമരായ വിശ്വസ്തരായ സേവകരായി, നേതാക്കന്മാരായി അവിടുത്തെ മക്കൾ മാറ്റപ്പെടട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു.
സകല തിന്മകളിൽ നിന്ന് ഇവർ മോചിതരാകട്ടെ. ചില സിലിക്കോസിസ് പോലുള്ള രോഗങ്ങളെ കർത്താവ് സൗഖ്യമാക്കുന്നു. സിലിക്കോസിസ് പോലുള്ള രോഗങ്ങളെ കർത്താവ് സൗഖ്യമാക്കുന്നു. അതിനൊപ്പം തന്നെ ശ്വാസകോശ സംബന്ധമായി വലിവ് പോലെ വരുന്ന, ബ്രീതിങ്ങിന് ഭയങ്കര സഫോക്കേഷൻ അനുഭവിക്കുന്ന വ്യക്തികളെ കർത്താവ് പരിപൂർണമായി വിടുവിക്കുന്നു. ക്യാൻസർ ബാധിച്ച് മുഴുവൻ ആത്മവിശ്വാസവും ഡ്രെയിനായി പോയി, ഇനി എനിക്കൊരു സാധ്യതയില്ലെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു യുവാവിനോട് കർത്താവ് പറയുന്നു, ദൈവം തന്നെ സൗഖ്യമാക്കാൻ പോകുന്നു. മകളുടെ മാരേജ് തകർന്നതുമായി ബന്ധപ്പെട്ട്, അതിൻ്റെ ഒരു ബ്രോക്കൺനെസ്സിൽ നിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് ആകുലതപ്പെടുന്ന ഒരമ്മയെ കർത്താവ് സൗഖ്യമാക്കുന്നു, വിടുവിക്കുന്നു. അവരുടെ ജീവിതം തകർന്നു പോവുകയില്ല എന്ന് കർത്താവ് പറയുന്നു. മക്കൾക്ക് പഠിക്കുവാൻ കഴിയാത്തതിൻ്റെ പേരിൽ, പഠിക്കുവാൻ തക്ക രീതിയിൽ ബുദ്ധി വളർച്ച ഇല്ല എന്ന് പറഞ്ഞ് വേദനിക്കുന്ന മാതാപിതാക്കളെ കർത്താവ് സമാധാനിപ്പിക്കുന്നു. മക്കളെ ദൈവം ദൈവീക ജ്ഞാനത്താൽ നിറയ്ക്കുന്നു. യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നതുപോലെ നിങ്ങളുടെ മക്കൾ അങ്ങനെ വളരുവാൻ പോകുന്നു. കുടുംബങ്ങളിൽ വലിയ ദൈവിക സമാധാനം വ്യാപരിക്കുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരുടെ മേലേക്ക് ഈ നിമിഷം പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വ്യാപരിക്കുന്നതായി കർത്താവിനോട് പറയുന്നു. ചിലരുടെ കൈപ്പത്തികൾ ചൂടാകുന്നു, കൈവെള്ളകൾ ചൂടാകുന്നതായി കർത്താവ് പറയുന്നു. ചില വ്യക്തികളുടെ ഷോൾഡറുകളിൽ ആരോ മാർദ്ദവമായി സ്പർശിക്കുന്നത് പോലെ അനുഭവിക്കുന്നുണ്ട്. അത് ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളുടെ മേലേക്ക് പകരപ്പെടുന്നതാണ്. പല്ലുകളുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ കർത്താവ് സൗഖ്യമാക്കുന്നു. നിങ്ങളെല്ലാവരും ദൈവത്തിന്റെ ശക്തമായ കരുത്തിന്റെ കീഴിൽ താഴ്മയോടെ ഇരിക്കുവാൻ കൃത്യസമയത്ത് ദൈവം നിങ്ങളെ ഉയർത്തും. യേശുവിന്റെ നാമത്തിൽ ആമേൻ.